Welcome to Lash Class. Calicut University first semester common course ലിറ്റ്മോസ്ഫിയറിലെ ദ ബോഡി വിത്തൗട്ട് ദ ഡി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റിസ് അമീർ എഴുതിയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ടുള്ളൊരു പോയമാണ്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1, ദ ബോയ് വേക്സ് അപ്പ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബോയ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആൺകുട്ടി എന്നുള്ള അർത്ഥത്തിലല്ല. ഈ പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ദ ബോഡി വിത്തൗട്ട് ദ ഡി എന്നുള്ളത്. അപ്പോൾ ബോഡി എന്ന വാക്കിൽ നിന്ന് ഡി എന്നുള്ള അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയാവുന്നതാണ് ഇവിടെ ഈ BO' എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ആൺകുട്ടിയല്ല, ബോഡി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ദ ബോയ് വേക്സ് അപ്പ് ആൻഡ് നോട്ടീസസ് സംതിങ് മിസ്സിങ് ഇൻ ദെയർ ബോഡി. അപ്പോൾ ഇവർ ഒരു ദിവസം ഉണർന്ന് നോക്കുന്ന സമയത്ത്, സ്വന്തം ശരീരം നോക്കുന്ന സമയത്ത് ശരീരത്തിൽ എന്തോ ഒരു മിസ്സിങ് ഉള്ളതുപോലെ അവർക്ക് തോന്നുന്നു. ദർ ഈസ് ബോത്ത് ടു മച്ച് ആൻഡ് നോട്ട് ഇനഫ് ഫ്ലഷ് ടു ബി എയ്തർ എ മാൻ ഓർ എ വുമൺ. ഇവരുടെ ശരീരത്തിൻ്റെ സവിശേഷത പറയുന്നത് ബോത്ത് ടു മച്ച് ആൻഡ് നോട്ട് ഇനഫ്, ഒന്നുകിൽ ഒരുപാട് കൂടുതലുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിനില്ല. അതുകൊണ്ട് ഒരു സ്ത്രീ ആകാനോ പുരുഷനാകാനോ അവർക്ക് കഴിയുന്നില്ല. സ്ത്രീ ആകണം എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതലോ കുറവുണ്ട്, പുരുഷനാണോ എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടുതലോ കുറവുണ്ട്. ആ രീതിയിലുള്ളൊരു ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദ റിഫ്ലക്ട് ഓൺ ദ ഹെയറി ബോയ് വിച്ച് ലുക്സ് ലൈക്ക് എ ബോയ് ആൻഡ് എ മോൺസ്റ്റർ. എന്നിട്ട് ഈ ശരീരത്തെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഹെയറി, ഒരുപാട് രോമങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒന്ന് ഒരു ബോയ്, ഒരു ആൺകുട്ടിയെ പോലെ, ഒരു പുരുഷ ശരീരം പോലെ തോന്നുന്നു. മറ്റൊന്നൊരു മോൺസ്റ്ററെ പോലെയാണ് അവർക്ക് തോന്നുന്നത്. ദ ഷേവ് ഓഫ് ദ ഹെയർ ആൻഡ് ആക്സിഡൻ്റലി കട്ട് ആൻഡ് ബ്ലീഡ്. എന്നിട്ട് അവർ ഈ ഹെയർ ഷേവ് ചെയ്യുന്ന സമയത്ത് ആക്സിഡൻ്റലി കട്ട് ചെയ്തിട്ട് അവർക്ക് ബ്ലഡ് വരുന്നു. ദ ബ്ലഡ് റിമൈൻഡ്സ് ദം ഹൗ എ ബോയ് ബ്ലീഡ്സ് ആൻഡ് ദാറ്റ് നോട്ട് എവറി ബോയ് ബ്ലീഡ്സ്. ഈ ബ്ലഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് ബ്ലഡ് വരുന്നത് എന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കുന്നു. മാത്രമല്ല എല്ലാ ശരീരത്തിൽ നിന്നും ബ്ലഡ് വരുന്നില്ല എന്നുള്ള കാര്യവും അവർ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഈ മെൻസ്ട്രുവേഷൻ എന്നുള്ള ഒരു സങ്കല്പമാണ്. അതായത് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു കാര്യം ഇവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോയിന്റിൻ്റെ ആവർത്തനം തന്നെയാണ്. ഇവർക്ക് ഒരു പുരുഷനാകാനോ ഒരു സ്ത്രീ ആകാനോ കഴിയുന്നില്ല. അത്തരം പരിമിതികൾ അവരുടെ ശരീരത്തിനുള്ള കാര്യം അവർ മനസ്സിലാക്കുകയാണ്. പാർട്ട് 2, ദ ബോയ് ടോക്സ് ടു എ ഗേൾ അബൌട്ട് ബ്ലീഡിങ്. അപ്പോൾ ഈ ബ്ലീഡിങ്ങിനെ കുറിച്ചിട്ട് ഒരു പെൺകുട്ടിയോട് ഇവർ സംസാരിക്കുന്നു. ആൻഡ് റിയലൈസസ് ദാറ്റ് ദ ബയോളജി ഓഫ് ദെയർ ബോയ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ബോയ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബോഡി എന്നുള്ളതിൽ ഡി എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ബയോളജിയും ഒരു ഗേളിൻ്റെ ശരീരത്തിൻ്റെ ബയോളജിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. എഗെയിൻ ദ ബോയ് ഹാസ് ബോത്ത് ടു മച്ച് ആൻഡ് നോട്ട് ഇനഫ് ഫ്ലഷ് ടു ബി എ വുമൺ. അപ്പോൾ ഈ ആദ്യത്തെ 1-2 പാർട്ടിൽ നമ്മൾ കാണുന്നത് ഇവർ സ്വന്തം ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ്. അതായത് ബോത്ത് ടു മച്ച് ആൻഡ് നോട്ട് ഇനഫ്. ഒരു സ്ത്രീ ആവണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ്, ഒരു പുരുഷനാവണമെന്ന് നോക്കിക്കഴിഞ്ഞാലും ഒന്നുകിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ്. അങ്ങനെ ഒരു സ്ത്രീയും പുരുഷനും ആകാൻ കഴിയാത്ത ഒരു ശരീരമാണ് തൻ്റെ എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നു. പാർട്ട് 3, ദ ബോയ് ഈസ് ബ്ലാക്ക്. ഇനി ഇവർ ബ്ലാക്കാണ്. ഇവർക്ക് ട്രാൻസ്ജെൻഡർ എന്നുള്ള ഐഡൻറ്റിറ്റിയുടെ പുറമെ ഇവരൊരു ബ്ലാക്ക് പേഴ്സൺ എന്നുള്ള ഐഡൻറ്റിറ്റി കൂടി അവർക്കുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. ദ റിയലൈസ് ദാറ്റ് ക്യാൻ ഓൺലി ബി എ ബോയ് ആൻഡ് നെവർ എ മാൻ നോ മാറ്റർ ഹൗ ഹാർഡ് ദേ ട്രൈ. വീണ്ടും ഈ ബോയ്, അതായത് ഇവർക്കൊരു ഇങ്ങനെയുള്ളൊരു ശരീരമാകാൻ മാത്രമേ കഴിയുള്ളൂ, ഒരിക്കലും ഒരു പുരുഷനാവാൻ വേണ്ടി അവർക്ക് കഴിയില്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നു. എങ്ങനെ തന്നെ ശ്രമിച്ചാലും ദേ ട്രൈ റിഗാർഡ്ലെസ് ബട്ട് ഫീൽ എംപ്റ്റി. പക്ഷെ എന്നാലും അവർ ശ്രമിച്ചു നോക്കുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ ശ്രമത്തിൽ അവർ പരാജയപ്പെടുന്നു. അവർക്ക് എംപ്റ്റി, ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. ദ ബോയ് ഫീൽസ് ദാറ്റ് ഇറ്റ് ക്യാൻ നെവർ ഫീൽ ദ വേ ഓഫ് അനദർ ബോയ് ഇൻസൈഡ് ഇറ്റ്, നോ മാറ്റർ ഹൗ മെനി ഡീസ് ഫിറ്റ് ഇൻസൈഡ് ദ ബോയ്. ഇനി ഇവർ മറ്റൊരു കാര്യം തിരിച്ചറിയുന്നത് അവരുടെ ശരീരത്തിൽ മറ്റൊരു ശരീരത്തിൻ്റെ ഭാരം അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മെൻസ്ട്രുവേഷനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഒരിക്കലും പ്രഗ്നൻ്റ് ആവാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇവർ തിരിച്ചറിയുന്നത്.
നോ മാറ്റർ ഹൗ മെനി ഡീസ് ഫിറ്റ് ഇൻസൈഡ് ദ ബോയ്. ഇനി ഇവരുടെ ഈ ബോഡിയിൽ ഇല്ലാതെ കിടക്കുന്ന ഈ ഡി എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇവർ ഈ ബോയ് എന്ന് പറയുന്നത്. ഇനി എത്ര തന്നെ ഡി ഇവരിൽ വന്നു ചേർന്ന് കഴിഞ്ഞാലും ഇവർക്കൊരിക്കലും മറ്റൊരു ശരീരം തങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ കഴിയില്ല, അതായത് അവർക്കൊരിക്കലും പ്രഗ്നൻ്റ് ആവാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നു. പാർട്ട് 4. ദ ബോയ് ഡ്രസ്സസ് ആൻഡ് വേഴ്സ് മേക്കപ്പ് ലൈക്ക് എ വുമൺ. പിന്നീട് ഇവരൊരു വുമണിനെ പോലെ, സ്ത്രീയെ പോലെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരുടെ വസ്ത്രധാരണത്തിലും മേക്കപ്പിലും ഒക്കെ അത്തരത്തിലുള്ള രീതികൾ അവർ കൊണ്ടുവരുന്നു. ദേ ലുക്ക് ബ്യൂട്ടിഫുൾ ബട്ട് പീപ്പിൾ സ്റ്റിൽ ആസ്ക് വാട്ട്സ് മിസ്സിങ്. അപ്പോൾ ഈ മേക്കപ്പും വസ്ത്രമൊക്കെ ആയിട്ട് അവരെ കാണാൻ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ അപ്പോഴും ആളുകൾ ചോദിക്കുന്നത് എന്താണ് ഒരു മിസ്സിങ് എന്നാണ്. അതായത് അവരെ അത്തരത്തിലൊരു ബോഡി ആയിട്ട് മാത്രമേ ഈ സമൂഹത്തിന് കാണാൻ സാധിക്കുന്നുള്ളൂ. അത്തരം ചോദ്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നു. ദ ബോയ് ഓഫേഴ്സ് ഓൾ ദ ലെറ്റേഴ്സ്. ഇനി അവരുടെ ഈ ബോഡി എന്നുള്ളതിൽ 4 അക്ഷരത്തിൽ ഒരക്ഷരം ഇല്ല, അവർക്ക് ബാക്കിയുള്ള 3 അക്ഷരങ്ങളാണുള്ളത്. ആ അക്ഷരത്തിൻ്റെ എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുകയാണ്. ബി ഫോർ ബർത്ത്. ബി എന്ന് പറയുന്നത് ബർത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓ ഫോർ ഓപ്പറേഷൻ. ഓ എന്ന് പറയുന്നത് ഓപ്പറേഷനാണ്. അതായത് അവരുടെ ഈ ആക്ഷൻസ്, പ്രവൃത്തികൾ, അവർ സ്ത്രീയാവാൻ വേണ്ടി ശ്രമിക്കുന്നു, പുരുഷനാവാൻ വേണ്ടി ശ്രമിക്കുന്നു, അത്തരത്തിലുള്ള അവരുടെ ആക്ഷൻസാണ് ഈ ഓ എന്ന് പറയുന്ന ഓപ്പറേഷൻസ്. വൈ ഫോർ ലാക്ക് ഓഫ് ജീൻസ്. വൈ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ജീൻസ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും എക്സ് വൈ ജീനുകളെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ബോയ് എന്നുള്ളതിൽ വൈ എന്ന് പറയുന്നത് ഒരു ജീൻ മാത്രമേ ഉള്ളൂ, എന്തോ ഒരു കുറവ് ബയോളജിക്കലി ഉണ്ട് എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ടാണ് അതവിടെ പറയുന്നത്. ദ ബോയ് കണ്ടംപ്ലേറ്റ്സ് ദെയർ എക്സിസ്റ്റൻസ് ബീങ് ബോത്ത് ടു മച്ച് ആൻഡ് നോട്ട് ഇനഫ് വിത്ത് ദി എലൂസീവ് ഡേ. അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ട്, എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന രീതിയിലാണ് പോയം അവസാനിക്കുന്നത്. പോയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒന്നുകിൽ അവർക്ക് കുറച്ച് കൂടുതലുണ്ട് അല്ലെങ്കിൽ കുറച്ച് കുറവുണ്ട്. സമൂഹം ബൈനറി ആയിട്ടാണ് ചിന്തിക്കുന്നത്, അതായത് ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള രീതിയിലാവാൻ, അത് രണ്ടും ആവാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ഐഡൻറ്റിറ്റി അവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അവർക്ക് അത്തരത്തിൽ ഇങ്ങനെയുള്ള ഒരു മിസ്സിങ് ആയിട്ടുള്ളൊരു ഫീലിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡസ് ദ ബോഡി ഫീൽ എംപ്റ്റി? എന്തുകൊണ്ടാണ് ഈ ശരീരത്തിന് ശൂന്യത അനുഭവപ്പെടുന്നത്? ദ ബോഡി ഫീൽസ് എംപ്റ്റി ബിക്കോസ് ഇറ്റ് ബിലീവ്സ് ഇറ്റ് വിൽ നെവർ ഹോൾഡ് ദ വേ ഓഫ് അനദർ ബോഡി ഇൻസൈഡ് ഇറ്റ്. അതിൻ്റെ ശരീരത്തിൽ മറ്റൊരു ശരീരത്തിൻ്റെ ഭാരം അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തയാണ് അതിന് ഈ എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യാൻ കാരണമായിട്ട് വരുന്നത്. വാട്ട് ഡസ് ദ ബോഡി ഫീൽ അബൌട്ട് ദ ഹെയർ ഓൺ ഇറ്റ്? ഇനി തൻ്റെ ശരീരത്തിലെ ഈ ഹെയറിനെ കുറിച്ചിട്ട് എന്താണ് അവർ ചിന്തിക്കുന്നത്? The body feels conflicted about the hair on it, which makes it look both like a boy and a monster. ഒരു കൺഫ്ലിക്റ്റഡ് ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. ഒന്ന്, അതൊരു ബോയ്, ഒരു ആൺകുട്ടിയെ പോലെ, ഒരു പുരുഷ ശരീരത്തെ പോലെ തോന്നുന്നു, പക്ഷെ പിന്നീട് നോക്കുമ്പോൾ ഒരു മോൺസ്റ്ററിനെ പോലെയാണ് അവർക്ക് തോന്നുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് ബോയ്? ഇനി ഈ പോയത്തിൻ്റെ ടൈറ്റിൽ പറയുന്ന ബോഡി വിത്തൗട്ട് ഡി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. The difference between body and a boy is that the latter represents a transgender person's body and the unique experience and the challenges they face. അതായത് ഈ ബോയ് എന്ന് പറയുന്നത് ബോഡി എന്നുള്ള വാക്കിൽ നിന്ന് ഡി എന്നുള്ള അക്ഷരം എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അനുഭവങ്ങളെയും സിംബലൈസ് ചെയ്യുന്ന ഒരു വാക്കായിട്ടാണ് അത് വരുന്നത്. ഹൗ ഈസ് ദ ബോഡി ഡെക്കറേറ്റഡ്? The body is decorated with the clothing and makeup, enhancing its appearance to look more like a woman. ഇനി ഇവർ ഡെക്കറേറ്റ് ചെയ്യുന്നത്, ഇവർ ഒരു സ്ത്രീയെ പോലെ വസ്ത്രം ധരിക്കുകയും സ്ത്രീയെ പോലെ മേക്കപ്പ് ചെയ്തുകൊണ്ടാണ് അവരുടെ ശരീരത്തെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഹൗ ഡസ് ദ ബോഡി ബിക്കം വേർത്തി ഓഫ് ബീയിങ് കോൾഡ് എ ക്യൂൻ? ഇനി അങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത് ഒരു ക്യൂൻ എന്ന് വിളിക്കാൻ മാത്രം തരത്തിൽ അവർ വരുന്നുണ്ട്. അതെങ്ങനെയാണ് ചോദിക്കുന്നത്. The body becomes worthy of being called a queen by dressing and adorning itself in a way that presents a convincing veneer. അതായത് അവരുടെ വസ്ത്രധാരണം, അതുപോലെ തന്നെ മേക്കപ്പ്. വെനീർ എന്ന് പറയുന്നത് ഡെക്കറേഷൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ രീതിയിൽ ഇത്തരം ആഭരണങ്ങൾ, അതുപോലെ തന്നെ മേക്കപ്പ്, വസ്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ളവ ധരിച്ചുകൊണ്ടാണ് ഒരു ക്യൂനിനെ പോലെ അവരെ തോന്നിപ്പിക്കുന്നത്. വാട്ട് ഡസ് എ ലെറ്റർ ബി സ്റ്റാൻഡ് ഫോർ? ഇനി ബി, ഈ ബി ഒ വൈ എന്നുള്ളതിൽ ഓരോ അക്ഷരത്തിനും ഓരോ എക്സ്പ്ലനേഷൻ അവർ കൊടുത്തിരുന്നു. അതിൽ ബി എന്ന് പറയുന്നത് ലെറ്റർ ബി സ്റ്റാൻഡ്സ് ഫോർ ബർത്ത്. ബർത്ത് അല്ലെങ്കിൽ ജന്മം എന്നുള്ള ഒരു പദത്തിൻ്റെ സൂചനയായിട്ടാണ് അവർ ബി എ പറയുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ബോഡി ലാക്ക്? എന്താണ് ഈ ബോഡിക്ക് കുറവുള്ളത്?
The poem mentions something missing in the body, described as flesh to either be a man or woman. അതായത് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് എന്നുള്ള ഇതിലാണ് പോയത്തിൽ പറയുന്നത്. ഫ്ലഷ് ഒന്നുകിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു സ്ത്രീ ആകാനോ പുരുഷനാകാനോ കഴിയുന്നില്ല. ഇറ്റ് ഫീൽസ് എംപ്റ്റി, ലാക്കിംഗ് എ ഫീലിംഗ് ഓഫ് ഹോൾനെസ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. അവരുടെ ശരീരത്തിന് ഒരു പൂർണ്ണത ഇല്ലാതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. ഡിസ്പൈറ്റ് ഇറ്റ്സ് എഫേർട്സ് ഇറ്റ് ഫീൽസ് ഇൻഅഡ്വക്കേറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ്. അങ്ങനെ ഒന്നുകിൽ ഒരു പുരുഷനാകാനോ ഒരു സ്ത്രീ ആവാനോ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല. ഒരുതരം ഇൻകംപ്ലീറ്റ്നെസ്, ഒരു അപൂർണത അവർക്ക് അവരുടെ ശരീരത്തെ കുറിച്ചിട്ട് തോന്നുന്നുണ്ട്. അതാണ് ഈ ബോഡി ലാക്ക് ചെയ്യുന്നത്. വൈ ഈസ് ദ ബോഡി ജസ്റ്റ് എ ബോഡി? ഇനി എന്തുകൊണ്ടാണ് ഈ ശരീരം വെറും ഒരു ശരീരം എന്ന രീതിയിൽ പറയുന്നത്? ഡിസ്പൈറ്റ് അറ്റംപ്റ്റ്സ് ടു പ്രസന്റ് ഇറ്റ് സെൽഫ് ആസ് മോർ ദാൻ ജസ്റ്റ് എ ബോഡി, ഇറ്റ് ഫീൽസ് ഹോളോ ആൻഡ് അൺറിയൽ. വെറും ഒരു ശരീരം എന്നതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും അവർക്കൊരു ശൂന്യത അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. സൊസൈറ്റി സീ ഇറ്റ് ആസ് ജസ്റ്റ് എ ബോഡി, അണേബിൾ ടു റെക്കഗ്നൈസ് ദ ഡീപ്പർ കോംപ്ലക്സിറ്റീസ് വിത്തിൻ. മറ്റൊന്ന്, സമൂഹം അവരെ ഒരു ശരീരം മാത്രമായിട്ടാണ് കാണുന്നത്. കാരണം അവരെ കാണുന്ന ആളുകളെല്ലാം ഈ എന്തോ മിസ്സിങ് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ഒരു ഐഡൻറ്റിറ്റി അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഒരു ബോഡി എന്നുള്ള തരത്തിൽ മാത്രം അവരെ കാണുന്നത്. ഇറ്റ് സ്ട്രഗിൾസ് ടു ട്രാൻസെൻഡ് ഇറ്റ്സ് ഫിസിക്കൽ ഫോം ആൻഡ് സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ്. അതായത് ഈ സമൂഹത്തിൻ്റെ ഈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ, ഒന്നുകിൽ മാൻ അല്ലെങ്കിൽ വുമൺ എന്നുള്ളത്, അതുമായിട്ട് ചേർന്ന് നിൽക്കാൻ അതിന് കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോഡി എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്, തൻ്റെ ശരീരത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ, ബോധം അതിന് എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ ബോഡി എന്ന് പറയുന്നത് വെറും ഒരു ബോഡിയാണ് എന്ന് പറയുന്നത്. വാട്ട് ഡസ് ഈച്ച് ലെറ്റർ ഇൻ ദ വേർഡ് ബോഡി സ്റ്റാൻഡ് ഫോർ? ഇനി ഇതിലെ ഓരോ അക്ഷരങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ബി സ്റ്റാൻഡ്സ് ഫോർ ബർത്ത്, റെപ്രസെൻറ്റിംഗ് ദ ബോഡീസ് ഒറിജിൻ ആൻഡ് എക്സിസ്റ്റൻസ്. ബി എന്ന് പറയുന്നത് ബർത്തിനെയാണ്, ജന്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. O stands for operation, symbolizing the body's attempts to change or modify itself. O എന്ന് പറയുന്നത് ഓപ്പറേഷൻ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ മേക്കപ്പിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും അങ്ങനെ പല രീതിയിൽ സ്ത്രീയോ പുരുഷനോ ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഓപ്പറേഷൻസിനെയാണ് O സിംബലൈസ് ചെയ്യുന്നത്. Y stands for the lack of left in its gene, highlighting the body's perceived inadequacies and incompleteness. വൈ എന്ന് പറയുന്നത് നമുക്കറിയാം ജീനിനെയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ശരീരത്തിൽ അങ്ങനെ ബയോളജിക്കലി ഉള്ള ഒരു കുറവിനെയാണ് ഈ വൈ എന്നുള്ള അക്ഷരം സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്കറിയാം BOY എന്നുള്ള 3 അക്ഷരങ്ങളെ കുറിച്ച് മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ. ബോഡി വിത്തൗട്ട് ഡി എന്നാണ് അവരെ കുറിച്ചിട്ട് പറയുന്നത്. ഹൗ ഡു പീപ്പിൾ ലുക്ക് അറ്റ് ദ ബോഡി? നമ്മൾ നേരത്തെ ഒരു ചോദ്യമായിട്ട് സിമിലർ ആണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ബോഡി വെറും ഒരു ബോഡി എന്ന് പറയുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. പീപ്പിൾ ലുക്ക് അറ്റ് ദ ബോഡി ആസ് ജസ്റ്റ് എ ബോഡി, അൺഏബിൾ ടു റെക്കഗ്നൈസ് ദ ഡീപ്പർ കോംപ്ലക്സിറ്റീസ് വിത്തിൻ. ആളുകൾ അവരെ നോക്കുന്നത് വെറും ഒരു ശരീരം എന്ന രീതിയിലാണ്. അതായത് ഈ ലാക്ക് ഓഫ് സംതിങ്, അതിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് അവർക്ക് നോക്കാൻ സാധിക്കുന്നില്ല. ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മിസ്സിങ് ഓർ ലാക്കിംഗ് ഇൻ ദ ബോഡി. അവർ ഈ ശരീരത്തിൽ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്, എന്താണെങ്കിലും കുറവ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് നോക്കുന്നത്. ദർ ഗേവ്സ് റീഇൻഫോഴ്സസ് ദ ബോഡീസ് ഫീലിങ്സ് ഓഫ് ഇൻഎഡിക്വസി ആൻഡ് ഇൻകംപ്ലീറ്റ്നെസ്. അതിന് ആളുകൾ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുമ്പോൾ, ഇങ്ങനെ പ്രത്യേകമായിട്ട് ആളുകൾ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അവരുടെ ശരീരത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകളും ബോധവും വീണ്ടും ഉണ്ടാവുന്നു. തനിക്ക് ഇത്തരത്തിലൊരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട് എന്നുള്ള ചിന്ത അവരിൽ കൂടുതലായിട്ട് ആളുകൾ ഇങ്ങനെ നോക്കുന്നതിലൂടെ ഉണ്ടാവുന്നു. ദ ബോയ് ഈസ് എ ഹോളോ ഫസാഡ്. വൈ? ഫസാഡ് എന്ന് പറയുന്നത് അപ്പിയറൻസ് ആണ്. ഹോളോ എന്ന് പറയുന്നത് ശൂന്യമായ അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു ശൂന്യമായ അപ്പിയറൻസ് ആണ് ഈ ബോഡി എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? The body is seen as a hollow facade because despite its attempts to present itself as fierce, royal and worthy of being called queen, it knows deep down that it's still just a body. അതായത് ഇവർ പല രീതിയിൽ അവരെ അപ്പിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു ക്യൂവിനെ പോലെ അവരുടെ ഒരു ഫിയേഴ്സ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാലും അവർ വെറും ഒരു ബോയ് ആണെന്ന്, അതായത് എ ബോഡി വിത്തൗട്ട് ഡി ആണെന്നുള്ള കാര്യം അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അത് ശൂന്യമാണെന്ന് അവർ പറയുന്നത്. ഇറ്റ് ഫീൽസ് ലൈക്ക് ഇറ്റ്സ് പുട്ടിംഗ് ഓൺ എ പെർഫോമൻസ് ഓർ മാസ്കരേഡ്, ട്രൈയിങ് ടു ബി സംതിങ് ഇറ്റ്സ് നോട്ട്.
മറ്റൊന്ന് ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു മാസ്കരേഡ്, അതായത് ഒരു മുഖംമൂടി അണിയുന്നത് പോലെയാണ് അവർക്കത് തോന്നുന്നത്. അവർ അല്ലാത്തൊരു കാര്യം ആവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അതൊരു ശൂന്യമായിട്ടുള്ള അപ്പിയറൻസ് ആണെന്ന് പറയുന്നത്. The facade is a way to cope with the societal pressures and expectations, but it ultimately leaves the body feeling lost and unfulfilled. ഇനി ഇവരിത് ചെയ്യാനുള്ള കാരണം സൊസൈറ്റി രണ്ട് കാര്യങ്ങൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, ഒന്നുകിൽ മാൻ അല്ലെങ്കിൽ വുമൺ. അതിനോട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരം രൂപങ്ങൾ അണിയുന്നത്. പക്ഷേ അതെല്ലാം അവർക്ക് അവരെ കുറിച്ചിട്ട് തന്നെയുള്ള ചിന്തകൾ ഉണ്ടാവുന്നതിനും താൻ ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ള ബോധം ഉണ്ടാവുന്നതിനും മാത്രമേ കാരണമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ തൻ്റെ അപ്പിയറൻസ് ഒരു ശൂന്യമായത് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, റെലവൻസ് ഓഫ് ദ ടൈറ്റിൽ ബോഡി വിത്തൗട്ട് ദ ഡി. ഇനി ഈ പോയതിൻ്റെ ടൈറ്റിലിൻ്റെ റെലവൻസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. The title plays on the word body, suggesting that the body in the poem is missing something essential, symbolized by the missing D. അതായത് ഒരു വേർഡ് പ്ലേ ആണ് നമുക്ക് ഈ ടൈറ്റിലിനകത്ത് കാണുന്നത്. അതായത് ബോഡി വിത്തൗട്ട് ഡി എന്ന് പറയുന്ന സമയത്ത് എന്തോ ശരീരത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്ന് മിസ്സിംഗ് ആണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ മിസ്സിംഗ് ആയതിനെയാണ് അവിടെ ഡി എന്നുള്ള ലെറ്റർ കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. ദിസ് റിഫ്ലക്ട്സ് ദ ബോഡീസ് സെൻസ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ് ആൻഡ് ലോങ്ങിങ് ഫോർ സംതിങ് മോർ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇവരുടെ ശരീരത്തിനുള്ള ഒരു ഇൻകംപ്ലീറ്റ്നെസ്, ഒരു അപൂർണമായിട്ടുള്ള ബോഡിയാണ് അത് എന്നുള്ളൊരു സെൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ദ ടൈറ്റിൽ ഈസ് റിലവൻറ്റ് ടു ദ തീം ഓഫ് ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി. ഈ പോയത്തിനകത്ത് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ടൈറ്റിലാണ് എന്നുള്ള നിലയ്ക്ക് ഈ ടൈറ്റിൽ ഇതിന് റെലവൻ്റ് ആണെന്ന് നമുക്ക് പറയാം. തീംസ് ഓഫ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആൻഡ് ഏലിയനേഷൻ. ഏലിയനേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. അവരുടെ ഒറ്റപ്പെടലിൻ്റെയും ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെയും തീംസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ പോയം എക്സ്പ്ലോർസ് ദ ബോഡി സ്ട്രഗിൾ വിത്ത് ഇറ്റ്സ് ഐഡൻറ്റിറ്റി, ഫീലിംഗ് ബോത്ത് ടു മച്ച് ആൻഡ് നോട്ട് ഇനഫ് ഓഫ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് നമുക്ക് പോയത്തിലുടനീളം കാണാം. അതായത് അവരുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് തോന്നുന്നത് ഒന്നുകിൽ ടു മച്ച്, കൂടുതൽ, അല്ലെങ്കിൽ കുറവ്. അവർക്ക് ഒരു മാൻ ആവാനോ വുമൺ ആവാനോ കഴിയുന്നില്ല, ഒരു ഐഡൻറ്റിറ്റി അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഈ പോയത്തിൽ കാണുന്നുണ്ട്. ദിസ് ലീഡ്സ് ടു എ സെൻസ് ഓഫ് ഏലിയനേഷൻ ഫ്രം സൊസൈറ്റൽ നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ക്രൈസിസ് അവരെ ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്നുണ്ട്. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ അവർക്ക് ഉണ്ടാകുന്നു. The body's attempts to conform to gender roles and societal standards highlight the theme of identity crisis. ഇനി അവരെങ്ങനെയാണോ അതുപോലെ ജീവിക്കുകയല്ല ചെയ്യുന്നത്, അവർ സമൂഹത്തിൻ്റെ രീതികളുമായിട്ട് ചേർന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പുരുഷനാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആവാൻ വേണ്ടിയോ അവർ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വസ്ത്രധാരണവും മറ്റൊക്കെ അവർ ചെയ്ത് നോക്കുന്നുണ്ട്. അത് അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. As it grapples with its own sense of self and how it is perceived by others. അപ്പോൾ താൻ എന്താണ് എന്നുള്ള തൻ്റെ ഒരു ചിന്തയും മറ്റുള്ളവർ തന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളൊരു ചിന്തയും അവരിൽ വളരെയധികം ഉണ്ട്. ആ രീതിയിൽ ഇതിനകത്ത് ഐഡൻറ്റിറ്റി ക്രൈസിസും അതുപോലെ തന്നെ ഏലിയനേഷനും ഒരു വലിയ തീമായിട്ട് വരുന്നുണ്ട് നമുക്ക് പറയാൻ കഴിയും. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബോഡി ഇൻ ദ പോയം. ഇനി ഈ പോയത്തിൽ ഈ ബോഡിയെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. The body is described as feeling empty and hollow despite its attempts to present a convincing facade. ഒരു ശൂന്യമായിട്ടുള്ള അപൂർണമായിട്ടുള്ള ഒന്ന് എന്നുള്ള രീതിയിലാണ് ശരീരത്തെ ഈ പോയത്തിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അവരത് മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം വെറും ഒരു അപ്പിയറൻസിലുള്ള ശൂന്യത മാത്രമായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. As it depicted as conflicted with aspects of its appearance and biology, causing it to feel neither like a boy nor a girl. മറ്റൊന്ന് പറയുന്നത്, ഈ ഒരു ബോഡിയെ കുറിച്ച് പറയുന്നത് ഏതർ ടു മച്ച് ഓർ നോട്ട് ഇനഫ് എന്നാണ് പറയുന്നത്. ഒന്നുകിൽ ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ആവശ്യത്തിന് അത്ര ഇല്ല. അതുകൊണ്ട് അവർക്ക് ഒരു ബോയ് ആകാനോ ഗേൾ ആകാനോ കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. The body's relationship with its hair symbolizes its struggle with gender identity as it tries to navigate societal expectations of masculinity and femininity. കൂടാതെ ഇവർ തൻ്റെ ശരീരം നോക്കുന്ന സമയത്ത് ഹെയർ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്ട്രഗിൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. അവർക്കൊന്ന് ഒരു ബോയെ പോലെ തോന്നുന്നു, പിന്നെ മോൺസ്റ്ററിനെ പോലെ തോന്നുന്നു എന്നുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി അവർ നടത്തുന്ന അവരുടെ സംഘർഷങ്ങളുടെ ഒരു സിമ്പിളായിട്ട് നമുക്കത് കാണാൻ വേണ്ടി കഴിയും. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഇൻ സൊസൈറ്റി ആൻഡ് ദ റിലേഷൻ ടു ദ പോയം.
ഇനി സമൂഹത്തിൻ്റെ ഈ ജെൻഡർ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റീരിയോ ടൈപ്സ് ഈ പോയത്തിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The poem critiques gender stereotypes by highlighting the body's inability to conform to traditional notions of masculinity and femininity. സമൂഹത്തിൻ്റെ സ്റ്റീരിയോ ടൈപ്പുകളെ ഈ പോയം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ചേർന്ന് നിൽക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. Society's rigid gender roles contribute to the body's feelings of alienation and inadequacy as it is unable to fully embody either gender. ഇനി സൊസൈറ്റി നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ളത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ള കാരണം കൊണ്ട് അതിലേതെങ്കിലും ഒന്നാവാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസിനും അതുപോലെ ഒറ്റപ്പെടലിനും ഒക്കെ അത് കാരണമായിട്ട് വരുന്നുണ്ട്. The poem challenges the idea that gender is binary, suggesting that individuals can exist outside of these narrow categories. മറ്റൊന്ന് സമൂഹത്തിൻ്റെ ജെൻഡർ ഐഡിയ എന്ന് പറയുന്നത് ബൈനറിയാണ്. ബൈനറി എന്ന് പറയുന്നത് രണ്ടെണ്ണുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ മെയിൽ ഫീമെയിൽ എന്നുള്ളത്. അതിനെ ഇവിടെ ചോദ്യം ചെയ്യുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഐഡൻറ്റിറ്റി സാധ്യമാണ് എന്നുള്ള കാര്യം ഈ പോയം പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോയത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.